നിളയുടെ തീർത്ത പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച മണ്ണ്, കൃഷിയും സംസ്കാരവും ഇഴചേർന്ന് നിൽക്കുന്ന തവനൂർ മണ്ഡലം. എന്നാൽ ഈ ശാന്തതയ്ക്ക് പിന്നിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെ വലിയൊരു വേലിയേറ്റം ദൃശ്യമാണ്. മലപ്പുറത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഇടതുകോട്ടയായിട്ട് അറിയപ്പെടുന്ന തവനൂർ ഇത്തവണ ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിലാണ് നേരിടാൻ ഒരുങ്ങുന്നത്. ഭാരതപ്പുഴയുടെ സാമീപ്യം തവനൂരിന് നൽകുന്നത് പ്രത്യേകമായ ഒരു വശ്യതയാണ്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും വിദ്യാലയങ്ങളും കൊണ്ട് സമ്പന്നമായ ഈ പ്രദേശം മലപ്പുറത്തെ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു. എന്നാൽ ഈ പ്രകൃതി ഭംഗിക്കപ്പുറം ഇവിടത്തെ വോട്ടർമാരുടെ മനസ്സിൽ ഇപ്പോൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ അലയൊലികൾ ഉയരുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തവനൂരിന്റെ മുഖമായിരുന്ന KT ജലീൽ ഇത്തവണ മണ്ഡലം വിടുമെന്ന ഉറച്ച സൂചനകൾ പുറത്തു വരികയാണ്. ജലീലിന്റെ പിന്മാറ്റം LDF-നുണ്ടാക്കുന്ന വിടവ് ചെറുതല്ല. പകരം ഇടതുകോട്ട കാക്കാൻ DYFI നേതാവ് VP സാനു എത്തുമെന്നാണ് രാഷ്ട്രീയ ഇടനാഴികളിലെ സംസാരം. യുവാക്കൾക്കിടയിലുള്ള സാനുവിന്റെ സ്വാധീനം വോട്ടാക്കി മാറ്റുവാനാണ് LDF ശ്രമം. എന്നാൽ മറുവശത്ത് UDF ഇത്തവണ അതീവ ആത്മവിശ്വാസത്തിലുമാണ്. കോട്ടകൾ തകർക്കപ്പെടുമെന്നും തവനൂർ തിരിച്ചു പിടിക്കുമെന്നും അവർ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. തവനൂരിൽ LDF കോട്ടകൾക്ക് വിള്ളൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ നേരിയ ഭൂരിപക്ഷം നൽകുന്ന സൂചന മറ്റൊന്നുമല്ല. ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും ചർച്ചയാക്കി UDF ഇത്തവണ പടയൊരുക്കം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. തവനൂർ തിരിച്ചുപിടിക്കാൻ ഏറ്റവും മികച്ച പോരാളികളെയാണ് UDF രംഗത്തിറക്കുക. സാധ്യതയുള്ള നേതാക്കന്മാരുടെ പട്ടികയിൽ ഇവരാണ് മുൻപന്തിയിൽ. കഴിഞ്ഞ തവണ ജലീലിനെ വെറുപ്പിച്ച ഫിറോസ് വീണ്ടും വന്നാൽ മണ്ഡലം കൈവിട്ടു പോകുമെന്ന് UDF ഭയപ്പെടുന്നു. അതുകൊണ്ട് കോട്ട പൊളിക്കാൻ ചർച്ചകളിലും വാദങ്ങളിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കോൺഗ്രസിന്റെ ശക്തനായ പോരാളിയായി മാറിയ സന്ദീപ് വാര്യരുടെ പേര് മുൻപന്തിയിലുണ്ട്. അവിടെ BJP വോട്ടുകളുടെ സാന്നിധ്യം കുറവായതാണ് സന്ദീപിന് കളമൊരുങ്ങാനുള്ള പ്രധാന ഘടകം. ഇതിനു പുറമെ UDF ജില്ലാ ചെയർമാൻ PT അജയമോഹനനും മറ്റൊരു സാധ്യതയാണ്. മുൻ MLA-യും കോൺഗ്രസ് നേതാവുമായിരുന്ന അന്തരിച്ച PT മോഹനകൃഷ്ണന്റെ മകനായതുകൊണ്ട് തന്നെ മേൽക്കൈ നേടാൻ മറ്റൊന്നും വേണ്ട എന്നതാണ് കാരണം. മറ്റൊരാൾ DCC ജനറൽ സെക്രട്ടറി രാജീവ് ആണ്. കൂടാതെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രാദേശിക സ്വാധീനമുള്ള യുവമുഖങ്ങളെയും പട്ടികയിലുണ്ട്. ഈ നേതാക്കളിൽ ആരു തന്നെ വന്നാലും തവനൂർ ഇത്തവണ UDF-നൊപ്പം നിൽക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അണികളുള്ളത്. എന്തായാലും മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി തവനൂരിൽ. LDF-ന്റെ ആധിപത്യത്തിന് അറുതി വരുത്തി UDF വിജയക്കൊടി പാറിക്കുമോ? അതുമല്ലെങ്കിൽ ജലീൽ ഒഴിഞ്ഞ തറവാട്ടിൽ സാനു വേരോട്ടം നടത്തുമോ? ഇതെല്ലാം കാത്തിരുന്ന് കാണാം തവനൂരിന്റെ ഈ മഹാപോരാട്ടം.